എന്താന്ന് പറഞ്ഞൂടാ, ഭയങ്കര പെടലി വേദന. നീ ട്രെയിൻ കയറാൻ പോയോ? ട്രെയിനോ? ആ ഇപ്പൊ അതല്ലേ ട്രെറ്റ്. നമ്മുടെ മന്ത്രി വരെ ഒന്ന് ട്രെയിൻ കയറാൻ പോയിട്ടില്ലേ, കഴുത്ത് മേടിച്ചിരിക്കണം. ഏത് മന്ത്രി? എന്തോ മഹാരോഗബാധിത ICU വരായ പെട്ടെന്ന് ഒരു ദിവസം ഹോസ്പിറ്റലിന് അപ്രത്യക്ഷ. നമ്മുടെ മന്ത്രി വീണ ജോർജ്. ഓ, നമ്മുടെ ആരോഗ്യമന്ത്രി. എന്തായി? അത്യാസന്ന നിലയിലൊക്കെ ആയിരുന്നല്ലോ, ഓക്കെ ആയോ? അത്യാസന്ന നിലയിലായിരുന്നു അറിഞ്ഞൂടാ, പക്ഷെ ഇതൊക്കെ വോട്ട് കിട്ടാനുള്ള അത്യാഗ്രഹ നിലയാണ് നാട്ടുകാർ പറയുണ്ടായിരുന്നു. അല്ലേലും ഈ മുദ്രാവാക്യമൊക്കെ കേട്ട് പെടലി വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചു കൂടി പോയി. അതിപ്പോ ആരോഗ്യമന്ത്രി ആണെങ്കിലും ആരോഗ്യം കുറച്ച് കുറവാ അതിന്റെ. എന്നാലും ഞങ്ങളെ മന്ത്രി കരഞ്ഞു പറയണ കേട്ടില്ലേ, ഒന്ന് ജീവിക്കാൻ വിടുന്നു. ആ വിഷമം കണ്ടിട്ട് സഹിക്കാൻ കഴിയണില്ല. എന്നാലും ഒരു ഡൗട്ട്, ഇത്രയും വയ്യാത്ത മന്ത്രി ആംബുലൻസ് പോലും വേണ്ടെന്ന് വെച്ച് ഇന്നോവയിൽ എങ്ങോട്ടാ പെട്ടെന്ന് മുങ്ങി? അതിപ്പോ ഇത്രയും വയ്യാണ്ടായിരുന്നിട്ടും എന്താ അസുഖം നമ്മുടെ ഡോക്ടേഴ്സിനാണ് കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പൊ പിന്നെ ആ ആംബുലൻസിന്റെ സഹായം വേണ്ടെന്ന് നമ്മുടെ മന്ത്രി വിചാരിച്ചു കാണും. വെറുതെ അല്ല ചിലരൊക്കെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വേണ്ടെന്ന് വെച്ച് അമേരിക്ക വരെയൊക്കെ പോയിട്ട് വരുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ വലിയ കാര്യം. ഞങ്ങളുടെ മന്ത്രിനെ കൊല്ലാൻ വന്നത് ചാവേറാന്ന് ഞങ്ങളുടെ ഗോവിന്ദ മാസ്റ്ററും ജയരാജും ഒക്കെ പറഞ്ഞു. അതൊന്നും ഇവിടെ ആർക്കും വിഷയമില്ല. അതെ അതെ, പക്ഷെ മന്ത്രി ആക്രമിച്ചതിന്റെ ദൃശ്യം മീഡിയക്കും കിട്ടിയിട്ടില്ല, RPF-നും കിട്ടിയിട്ടില്ല. വിഷ്വലല്ലേ, അതൊക്കെ വരും. വേണ്ടി വന്നാൽ ഞങ്ങൾ വെച്ചുണ്ടാക്കും.